ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായി അയ്യപ്പനെ പ്രതിഷ്ഠിച്ചത് മുതൽ കൊല്ലം തോറും മകരവിളക്കിന് ശരക്കോലുമായി കന്യ അയ്യപ്പന്മാർ മുടങ്ങാതെ ശബരിമലയ്ക്ക് വരുന്നത് മൂലം മാളികപ്പുറത്തമ്മയെ ഒരു കാലത്തും അയ്യപ്പന് വിവാഹം കഴിക്കാനാകില്ലെന്ന് തീർച്ചപ്പെട്ടു. ഇതിനാലാണ് പൂർണ്ണയെയും പുഷ്കലയെയും അയ്യപ്പൻ വിവാഹം കഴിച്ച് ഗൃഹസ്ഥ ബ്രഹ്മചാരിയായതും ആര്യങ്കാവ് ക്ഷേത്രത്തിൽ പൂർണ്ണ പുഷ്കല സഹിതം അയ്യപ്പനെ പ്രതിഷ്ഠിച്ചതും. പിന്നീട് മകൻ സത്യകൻ പിറന്ന ശേഷം പൂർണ്ണ പുഷ്കല സത്യകൻ സഹിതം അയ്യപ്പനെ അച്ചൻകോവിൽ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. വ്രതകാലത്ത് ശബരിമല അയ്യപ്പനെ പോലെ നൈഷ്ഠിക ബ്രഹ്മചര്യവും വ്രതശേഷം അച്ചൻകോവിൽ അയ്യപ്പനെ പോലെ ഗൃഹസ്ഥ ബ്രഹ്മചര്യവും പരിപാലിച്ചാൽ സകല ഐശ്വര്യത്തിനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും കഴിയും. ചോതി ഉത്രാട നക്ഷത്രങ്ങളിൽ സന്താന സൃഷ്ടിക്കായി മൈഥുനവും, വേദവിഹിത ദിനങ്ങളിൽ സാധാരണ മൈഥുനവും, ദേവനിഷിദ്ധ ദിനങ്ങളിൽ ബ്രഹ്മചര്യവും പരിപാലിക്കലത്രേ ഗൃഹസ്ഥ ബ്രഹ്മചര്യം. സൽസന്താന സൃഷ്ടിക്കായി ചോതി ഉത്രാട നക്ഷത്രങ്ങൾക്ക് പുറമെ ശ്രീകൃഷ്ണ നക്ഷത്രമായ രോഹിണി കൂടി ഗൃഹസ്ഥ ബ്രഹ്മചര്യത്തിൽ ഗുരുബാബ ഉൾപ്പെടുത്തി. വേദകാലത്തോടെ സനാതനധർമ്മം നിലച്ചതും വേദകാല ശേഷം 5000 കൊല്ലത്തിനിടെ സനാതനധർമ്മം ഗ്രഹിച്ചതും പുനഃസ്ഥാപിച്ചു വരുന്നതും ഗുരുബാബ മാത്രമാണെന്ന സത്യവും ഇതേ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 164, 165 എപ്പിസോഡുകളാൽ തിരിച്ചറിഞ്ഞാലും ഗൃഹസ്ഥ ബ്രഹ്മചര്യത്താൽ ഗർഭിണിയായി പിറക്കുന്ന സന്തതികളിൽ വികലാംഗരും മന്ദബുദ്ധികളും ഓട്ടിസം പോലുള്ള ജനിതക തകരാറുള്ളവരും മറ്റുമുണ്ടാകില്ല. മാത്രമല്ല ഈ ജന്മത്തിൽ കുഞ്ഞു പിറക്കില്ലെന്ന് തീർച്ചപ്പെട്ടിരിക്കെ സൽസന്തതി പിറക്കുന്നതിനും ഗൃഹസ്ഥ ബ്രഹ്മചര്യം ഉപകരിക്കും. ഞാൻ പുഞ്ചക്കര മോഹനൻ. എന്റെ അച്ഛനും അമ്മയും ഗുരുവായൂരപ്പന് നേരത്തെ നേർന്നാണ് ഞാൻ ജനിച്ചത്. ജാതകത്തിൽ എനിക്ക് സന്താനയോഗമില്ല. ഇതിനാൽ എന്റെ ചോറൂണും വിവാഹവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തി. കല്യാണം മുതൽ ഒരു കുഞ്ഞിനായി ഞാൻ മുടങ്ങാതെ മാസം തോറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്ന പരിപാടികളെല്ലാം കഴിച്ച് തൊഴുതിരുന്നു. ഗർഭധാരണത്തിന് നേരിയ സാധ്യതയുണ്ടെങ്കിൽ രക്ഷിക്കുന്ന മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനോരമ റാവു ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചാലല്ലാതെ ശകുന്തളയ്ക്ക് ഈ ജന്മത്തിൽ ഗർഭിണിയാകാനും പ്രസവിക്കാനും കഴിയില്ലെന്നും പറഞ്ഞു. ഞാൻ നേരെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. ഡോക്ടർ മനോരമ റാവു പറഞ്ഞതൊക്കെ ഞാൻ മേൽശാന്തിയോട് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു വഴിപാട് കഴിച്ചാൽ കുഞ്ഞു പിറക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ഈ ജന്മത്തിൽ ശകുന്തള ഗർഭിണിയാകേണ്ട എന്നതും പ്രസവിക്കേണ്ട എന്നതും ഗുരുവായൂരപ്പന്റെ നിശ്ചയമാണെന്നും അതിനാൽ ഒരു കുട്ടിയെ ദത്തെടുക്കലാണ് നല്ലതെന്നും മേൽശാന്തി പറഞ്ഞു. ഡോക്ടർ മനോരമ റാവു പറഞ്ഞതും ഗുരുവായൂർ മേൽശാന്തി പറഞ്ഞതുമെല്ലാം ഞാൻ ഗുരുവായൂരോട് പറഞ്ഞു. കുഞ്ഞുണ്ടാകാൻ ഗുരുവായൂർ നിർദ്ദേശിച്ചത് പുനർജന്മം അഗ്നിയാഗമാണ്. കാശ് കുറെ ചെലവുണ്ട്, കാശൊന്നും തരേണ്ട എന്നും ഗുരുവായൂർ പറഞ്ഞു. പുനർജന്മം അഗ്നിയാഗത്തിന്റെ 3-ാം മാസം ശകുന്തള ഗർഭിണിയായി മകളെ പ്രസവിച്ചു. മകൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ ആയുർവേദ ഡോക്ടറാണ്. ഗുരുബാബ പ്രതിഫലം വാങ്ങാതെ അഗ്നിയാഗം നടത്തുന്നതിനാലാണ് ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. പക്ഷെ ഗുരുബാബ നിർദ്ദേശിക്കുന്ന ഗൃഹസ്ഥ ബ്രഹ്മചര്യവും അനുഷ്ഠാനങ്ങളും പിശകാതെ കൃത്യം പാലിക്കണം. അങ്ങനെയുള്ളവർക്ക് അഗ്നിയാഗത്തിന്റെ ഫലം പൂർണ്ണമായും കിട്ടുന്നുമുണ്ട്. പരമശിവൻ ഉപദേശിച്ച് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൈക്കൊണ്ട ഗൃഹസ്ഥ ബ്രഹ്മചര്യം അങ്ങനെയാണ് ഹിന്ദുകുലനാരായ വേരായ സനാതനധർമ്മത്തിന്റെ നെല്ലിപ്പടിയായി മാറിയത്. ഇതിനാൽ സമ്പൽ സൗഭാഗ്യാദി സമൃദ്ധിക്കും കർമ്മദോഷ നിവാരണത്തിനും ഋണമുക്തിക്കും കാശ് ചെലവില്ലാത്ത പരിഹാര മാർഗവും അത്രേ ഗൃഹസ്ഥ ബ്രഹ്മചര്യം. തലശ്ശേരി, വടകര, കോഴിക്കോട്, കൊടുങ്ങല്ലൂർ അലോപ്പതി ആശുപത്രികളിൽ പോയി ഹോമിയോ മരുന്ന് കഴിച്ചു, ആയുർവേദ മരുന്നുകൾ കഴിച്ചു. കുറെ ക്ഷേത്രങ്ങളിൽ പോയി. കൊടുങ്ങല്ലൂർ തൃപ്രയാർ അമ്പലത്തിൽ പറശ്ശിനിക്കടവ് മണ്ണാറശാല ഉരുളി കമഴ്ത്തി എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു. പള്ളിയിലും തങ്ങളെടുത്ത് പോയി 10-20 പ്രാവശ്യം മമ്മിയൂരമ്പലത്തിലും ഗുരുവായൂരും പോയി. ഇഷ്ടംപോലെ പൈസകൾ ചെലവായി എന്നല്ലാതെ വേറെ ഒരു ഫലവും കിട്ടിയില്ല. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അവരുടെ പരിചയത്തിലുള്ള സുഹർഷ വർഷങ്ങളോളം ചികിത്സിച്ചതും കുട്ടികളുണ്ടായില്ല. 5 വർഷത്തോളം ഗുരുവായൂർ അമ്പലത്തിൽ വഹിച്ചു. അതിനുശേഷം ഗുരുവായൂർ ആശ്രമത്തിൽ അഗ്നിയാഗത്തിൽ പങ്കെടുത്തിട്ട് അവർക്ക് ഇരട്ടക്കുട്ടികളുണ്ടായിരുന്ന കഥ ഞങ്ങൾ അറിയാണ്ടായി. ഗുരുവായൂർ ആശ്രമത്തിൽ 18 മാസം ചെയ്യുന്ന മഹാതിരു അഗ്നിയാഗം രാഹുകാല സമയത്താണ്. ശേഷം 18 മിനിറ്റോളം അഗ്നി പ്രാർത്ഥനയുമുണ്ട്. സുഹർഷ പ്രാർത്ഥിച്ചിട്ട് 2 കുഞ്ഞുങ്ങളെ കിട്ടി. എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നന്നായിട്ട് ഭഗവാൻ ഗുരുബാബ കേട്ടു. കനിഞ്ഞ് അനുഗ്രഹിച്ചു. 3 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പോ ശേഷമോ ഗുരുബാബ പൈസ ആവശ്യപ്പെട്ടിട്ടേയില്ല. ഹൈന്ദവ മതത്തിന്റെ ഏറ്റവും കാതലായ ഗൃഹസ്ഥ ബ്രഹ്മചര്യ കലണ്ടർ ഗുരുബാബ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മക്കളുടെ ശേഷം ഞങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല. മക്കളുടെ സദ്ഗതിയെ ആഗ്രഹിക്കുന്ന ഏതൊരു അച്ഛന്മാരും ഗൃഹസ്ഥ ബ്രഹ്മചര്യം പാലിക്കുക തന്നെ വേണം. ഇപ്പോഴും മമ്മിയൂർ ക്ഷേത്രത്തിലും ഗുരുവായൂർ അമ്പലനടയിലും ഗുരുബാബ ആശ്രമത്തെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാരും ഭക്തരും ഗുരുബാബ ആശ്രമത്തെ തട്ടിപ്പാണ്, ശരിയായ ഹിന്ദു സനാതന മാർഗത്തിൽ ഉൾപ്പെടുന്നതല്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കാലശേഷമല്ലാതെ ലോകരിലേക്ക് എത്തരുതെന്ന ധാരണ മൂലം 1999 പുറമേ പൂട്ടിയ തപേറയിലേക്ക് ഒതുങ്ങിയ ഗുരുബാബ ഹിന്ദുക്കൾ അധികവും സാമ്പത്തികമായി അധപ്പതിക്കുന്നതിലെ ഉത്കണ്ഠ മൂലം 2026 ഉത്തരായന പിറവി മുതൽ ഹൈന്ദവോദ്ധാരകനാകുന്നത് മൂലം 2026 മുതൽ കലണ്ടർ അച്ചടിക്കുന്നില്ല. പകരം ഇതേ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനൽ സനാതന ധർമ്മ ബ്രഹ്മചര്യ തുടർ എപ്പിസോഡുകളിലൂടെ ഓരോ മാസ ഗൃഹസ്ഥ ബ്രഹ്മചര്യവും മാസം തോറും 1-ാം തീയതി
തീയതി പോസ്റ്റ് ചെയ്യും. ഇതിനാൽ സ്വന്തം ക്ഷേമത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. കാശ് എത്ര ചെലവിട്ടിട്ടും ക്ഷേത്ര വഴിപാടുകളാൽ രക്ഷ കിട്ടാത്ത ഹിന്ദുക്കളെ കാശ് വാങ്ങാതെ കാശേറെ ചെലവുള്ള വിവിധാഗ്നിയാഗത്താൽ രക്ഷിക്കുന്നത് ഗുരുബാബ മാത്രമാണ്. കാശേറെ ചെലവുള്ള വിവിധാഗ്നിയാഗങ്ങൾ ഗുരുബാബ നടത്തുന്നത് ട്രസ്റ്റ് ഫണ്ട് ഉപയോഗിച്ചാണ്. ഇതിനാൽ അഗ്നിയാഗങ്ങൾക്ക് കാശ് വാങ്ങാറില്ല. ഹിന്ദുകുല നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി സകല ഐശ്വര്യങ്ങളുടെയും സ്വസ്ഥ ജീവിതത്തിനു വേണ്ടി വേദകാല ഹൈന്ദവ വേദരഹസ്യങ്ങൾ അറിയുന്നതിനായി ഉറ്റവർക്കെല്ലാം ഈ ചാനൽ പരിചയപ്പെടുത്തിയാലും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവവും കലിയുഗാവതാരവുമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.